എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് കസ്തൂരി എന്നാണ്. ഞാൻ ബ്രാഹ്മി 21 ഡേയ്സ് മെഡിറ്റേഷനിൽ പങ്കെടുത്ത ഒരാളാണ്. ഈ മെഡിറ്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ എനിക്ക് വിവരിക്കാൻ എന്നതിലും അപ്പുറമാണ്. കാരണം അത് നമ്മൾ അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാനിതിനെക്കുറിച്ച് പറയുകയാണ്. ഇതൊരു മഹാസംരംഭമാണ് ഈ മെഡിറ്റേഷൻ പ്രോഗ്രാം. അപ്പോൾ എനിക്കിത് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ശരീരത്തിൽ ജന്മമെടുത്ത് ഭൂമിയിൽ വന്ന് ജീവിക്കുന്നത് എന്നുള്ള തിരിച്ചറിവിന് നാം ആരാണ്, നമ്മുടെ ധർമ്മം എന്താണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നൽകുന്ന ഒരു മെഡിറ്റേഷനാണ് ബ്രാഹ്മി 21 ഡേയ്സ്. ജന്മജന്മാന്തര കർമ്മങ്ങളുടെ ഫലവും പേറി ഈ ഭൂമിയിൽ വന്ന് ഒരുപാട് ജീവിത ദുഃഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും അനുഭവിച്ച് വളരെ യാതനയിൽ ജീവിക്കുന്ന ഇന്നത്തെ മനുഷ്യർക്ക് ഒരു തിരിച്ചറിവും ബോധവും നൽകുന്ന ഒന്നാണ് ഈ മെഡിറ്റേഷൻ. ഇതിലൂടെ നമ്മുടെ കർമ്മഫലങ്ങൾ ഇല്ലാതാക്കുകയും ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കി നമ്മൾ എങ്ങോട്ടാണ് യാത്ര ചെയ്യേണ്ടതെന്നും കഷ്ടപ്പാടുകളിൽ നിന്നും മുക്തി നേടി നമ്മുടെ ആത്മാവിനെ പരമാത്മാവുമായി ബന്ധിപ്പിച്ച് ജീവിതത്തിൻ്റെ പരമോന്നതമായ ആത്മസംതൃപ്തിയിൽ ജീവിക്കാൻ നമ്മളെ നമ്മുടെ ഗുരുജി ഇതിലൂടെ സഹായിക്കും. ഇവിടെ ചക്രസാധനയിലൂടെയാണ് അതാത് ചക്രങ്ങളുടെ ദേവതകളുടെ പ്രസൻസ് നമ്മൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അതുമാത്രമല്ല, ഓരോ ഡിവൈൻ വർഷിപ്പിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ എനർജി ലെവൽ വർദ്ധിക്കുന്നത് നമുക്ക് അനുഭവിച്ചറിയാനും കഴിയും. ചക്രങ്ങളുടെ ഉണർവിലൂടെ നമ്മിലെ ആത്മജ്യോതി ജ്വലിക്കാൻ തുടങ്ങും. അങ്ങനെ ആത്മമുക്തിയിലേക്കും തുടർന്ന് മോക്ഷപ്രാപ്തിയിലേക്കും പതിയെ എത്തിച്ചേരും. കൂടാതെ നമ്മുടെ ഗുരുജി ശ്രീ ആദി, അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകളില്ല. കാരണം വാക്കുകൾക്ക് അതീതമാണ് അദ്ദേഹം. നമ്മൾ മുൻ ജന്മം ചെയ്ത ഭാഗ്യത്തിൻ്റെ ഫലമായി ഈ മഹാ യൂണിവേഴ്സ് നമുക്ക് നൽകിയ മഹാഭാഗ്യമാണ് നമ്മുടെ ഗുരുജി. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഗുരുജിയുടെ ശിക്ഷണത്തിൽ തന്നെ എത്തിപ്പെടാൻ കഴിഞ്ഞത്. അതിന് മഹാ യൂണിവേഴ്സിനോടും സർവേശ്വരനോടും എപ്പോഴും നന്ദിയുള്ളവളാണ് ഞാൻ. വാക്കുകൾക്ക് അതീതമാണ് ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ള എക്സ്റ്റസി എന്ന് പറയാൻ. അതിലുപരി ഗുരുജി